നമസ്കാരം ഷൈജു. നമസ്കാരം. ഞാൻ കണ്ടിട്ടില്ല, ശബ്ദം കേട്ടിട്ടുണ്ട്. ഞാനും ശ്രീകുമാറേട്ടൻ്റെ ശബ്ദം ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. നേരിട്ട് കാണുന്ന ഇത്ര അടുത്ത് നിൽക്കുന്ന ആദ്യമായിട്ട്. എന്തായാലും ഫുട്ബോളിന്റെ ഒരു ചിഹ്നം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു, മാറോട് ചേർത്ത് വെച്ചിരിക്കുന്നു. ശബ്ദം ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഷൈജുവിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഷൈജുവിൻ്റെ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു മുദ്ര എന്ന് പറയുന്നത് അടയാളപ്പെടുത്തുക കാലമേ എന്നുള്ളൊരു അല്ലേ, അത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറഞ്ഞ് നമുക്കിങ്ങ് തുടങ്ങാം. കമൻട്രി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിപ്പോ നമ്മളിപ്പോ പാടുന്ന പോലെ തന്നെയാണ്. നമ്മൾ അത് നേരിൽ കണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു എനർജി, അതിന്റെ ഫീൽ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ്. അത് പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാവുന്നുള്ളതേ ഉള്ളൂ. നാച്ചുറൽ ഫീൽ കിട്ടും. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ കളി നടക്കുന്നു, ജീവനുള്ള ഒരു കളി നടക്കുന്നു. എന്നാലും ചന്ദ്രികയെ ഒന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും മലയാളത്തിന്റെ പ്രിയ ഗായകൻ എൻ്റെ മുമ്പിലിരുന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എനിക്കതിന് ഇല്ല, പറ്റില്ല എന്ന് പറയാൻ എനിക്കും കഴിയില്ല. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. ലയണൽ മെസ്സി, ഇറ്റ്സ് അർജന്റീന 1 നൈജീരിയ 0. ശരിക്കും ഞാൻ ആ ഗ്രൗണ്ടിൽ നിൽക്കുന്നല്ലോ തോന്നി. അപ്പോൾ ഈ സംസാരിക്കുന്ന ഇത്രയും ഓളത്തിലാണോ? ഹെവി ആണല്ലേ. വോക്കൽ കോഡിന് ഏറ്റവും ആയാസം വരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധ്വാനം വരുന്ന ഒരു ജോലിയാണ്. ഹാനികരമായിട്ടുള്ള ഒരു കാര്യം കൂടാണ്. ഉറപ്പായിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ തന്നെ പ്രിയ സുഹൃത്ത്, നമ്മുടെ അമൃതയിലെ പ്രിയ സുഹൃത്തുക്കളിൽ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, നിരന്തരം ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സൂക്ഷിക്കേണ്ട ചുമതല എൻ്റേത് തന്നെയാണ്. അപ്പൊ ആദ്യം നോ എന്ന് തന്നെയായിരിക്കും ഇങ്ങനെ ചോദിക്കുമ്പോഴുള്ള മറുപടി. കാരണം ഈ കമന്ററിയുടെ ഔദ്യോഗിക ജോലികൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ശനിയും ഞായറും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അത് ഇപ്പം ശനിയും ഞായറും ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിന്റെ മലയാളം കമന്ററി ഉണ്ട്. മലയാളം കമന്ററി എവിടാണ്? സ്റ്റാർ സ്പോർട്സിൽ. അപ്പൊ അത് എവിടുന്നാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്? അത് നമ്മൾ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കോവിഡ് പ്രമാണിച്ചെല്ലാം റിമോട്ട് പ്രൊഡക്ഷൻ ആണ്. അതെ. അപ്പൊ എല്ലാ ശനിയും ഞായറും ഫുൾ ടൈം ഇത് തന്നെ. അതുകൊണ്ട് എല്ലാ പ്രീമിയർ ലീഗിന്റെ അവസാന ആഴ്ചകളിലേക്ക് പോവുകയാണ് ഇപ്പോൾ. പ്രീമിയർ ലീഗിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ കിരീട പോരാട്ടം കടുത്തു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ പറയാം നേടാം പണം നേടാം പരിപാടിയുടെ എപ്പിസോഡ് വരുന്നത്. തീർച്ചയായിട്ടും. സോ താങ്ക് യു വെരി മച്ച്. മാതൃഭൂമിയിലായിരുന്നല്ലേ കുറെ കാലം? ഏത് വർഷമായിരുന്നത്? 1993 മുതൽ 2015 വരെ 22 വർഷം. 22 വർഷം മാതൃഭൂമിയിലായിരുന്നു. അപ്പൊ ഈ കമന്റേറ്ററായിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ രാജിവെച്ചത്? അതിനോടുള്ള താല്പര്യം കൊണ്ടാണോ? അല്ല, താല്പര്യമല്ല. 2014 ISL ആരംഭിക്കുന്നത്. ISLന്റെ കമന്ററി പറയുന്നതിനായിട്ടുള്ള ഓഡീഷൻ വിജയകരമായി പൂർത്തിയാക്കുന്നു. ISLന്റെ ആദ്യ കമന്റേറ്ററായി, അല്ലെങ്കിൽ ആദ്യകാലം മുതൽ ഞാനുണ്ട് ഇപ്പോൾ ISLനൊപ്പം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ISL നമുക്കറിയാം മാസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയാണ് ISL. ഇപ്പം ISL ശരിക്കും പറഞ്ഞാൽ ഒരു 5 മാസത്തെ ഒരു ഇവന്റാണ്. സോ സ്വാഭാവികമായും ഒരു എന്താ പറയുക, ഒരു മുഴുനീള പത്രപ്രവർത്തകൻ, ഫുൾ ഫ്ലഡ്ജ്ഡ് പത്രപ്രവർത്തന ജോലി ചെയ്യുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ പോലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും കാലത്തെ ലീവ് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ സ്വാഭാവികമായും അത് വേണോ ഇത് വേണോ എന്ന ചോദ്യം. അതിലാണോ എന്താണ് പറയുന്നത്, ശ്രദ്ധ കിട്ടുന്നത് ഇതിലാണോ? രണ്ടിനും ഇതിലാണ് ഉത്തരം. അതാണ് നെഞ്ചത്തിരിക്കുന്നത്. തീർച്ചയായും.